ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാത വചനത്തിലേക്ക് എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം എന്നത് ദൈവത്തിൻ്റെ വിശേഷതകൾ എന്നതാണ്. ദൈവത്തിൻ്റെ വിശേഷതകളെക്കുറിച്ച് നോക്കുമ്പോൾ അവൻ കരുണയുള്ള ദൈവമാണ്, അവൻ ആശ്വാസത്തിൻ്റെ ദൈവമാണ്, അവൻ സ്നേഹത്തിൻ്റെ ദൈവമാണ്, അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ്, അവൻ വെളിച്ചത്തിൻ്റെ ദൈവമാണ്, അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ്, അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ് എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവൻ കരുണയുള്ള ദൈവമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ കാണുന്നു: നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ ഇങ്ങനെ കൊരിന്ത്യരെ സംബോധന ചെയ്യുന്നതായി നാം ഇവിടെ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് നാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ലോത്തും കുടുംബവും സോതോമിൽ ഉള്ള വീട്ടിൽ നിന്ന് ഇറങ്ങാൻ താമസിച്ചപ്പോൾ ദൈവദൂതന്മാർ അവരെ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്ത് കൊണ്ടുപോയി ആക്കി എന്ന് നമുക്ക് ഇവിടെ ഈ അധ്യായത്തിൽ വായിക്കുവാൻ സാധിക്കും. കാരണം ദൈവം കരുണ ഉള്ളവനാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവൻ ആശ്വാസത്തിൻ്റെ ദൈവമാണ്. രണ്ടാമത്തെ പോയിന്റ് ആണ് ഇത്. അവൻ ആശ്വാസത്തിൻ്റെ ദൈവമാണ്. മാത്രമുള്ളവനായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 57-ാം അധ്യായം 18 പ്രകാരം പറയുന്നു: ഞാൻ അവരുടെ വഴികളെ കണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൗഖ്യമാക്കും, ഞാൻ അവരെ നടത്തി, അവർക്ക് അവരുടെ ദുഃഖിതന്മാർക്ക് തന്നെ വീണ്ടും ആശ്വാസം വരുത്തും എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തിൽ നിന്നും അകന്ന് അകൃത്യങ്ങൾ ചെയ്തു തുടങ്ങിയപ്പോൾ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചെയ്തതാണ് ഈ ഭാഗത്ത് പറയുന്നത്. നീതിമാനെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല എന്നതാണ് ഇവിടെ സാരം. അവൻ ആശ്വാസത്തിൻ്റെ ദൈവമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ പോയിന്റാണ് അവൻ സ്നേഹത്തിൻ്റെ ദൈവമാകുന്നു. പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1-2 ഭാഗം വായിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും. ക്രിസ്തുവിൽ വല്ല പ്രമോദനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ എന്നാണ് ഇവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പരിശുദ്ധനായ പൗലോസ്ലീഹ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും കാര്യമാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഇവിടെ ക്ലിയർ ആകുന്നുണ്ട്. നാലാമത്തെ പോയിന്റാണ് അവൻ സമാധാനത്തിൻ്റെ ദൈവം ആണ് എന്നുള്ളത്. മാത്രമുള്ളവനായ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള ഭാഗത്ത് പറയുന്നത് ഇപ്രകാരമാണ്: അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുമ്പിൽ നടന്നു, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ യഹോവ പ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും എന്നാണ് ഇവിടെ ഈ വേദഭാഗം പറയുന്നത്. ഹിസ്കിയ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിപെട്ടു, അവൻ മരിച്ചു പോകും എന്ന് ആമോസിൻ്റെ മകനായ യെശയ്യാ പ്രവാചകൻ രാജാവിനോട് പറയുന്നതായി ഈ ഭാഗത്ത് നമ്മൾ കാണുന്നു. അവൻ അതറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവന് സമാധാനം ദൈവം കൊടുത്തു. 15 വർഷം അവൻ്റെ ആയുസ് കൂട്ടിക്കൊടുക്കുന്നതായിട്ട് നാം ഈ ഭാഗത്തെ കാണുന്നുണ്ട്. നമ്മൾ യഥാർത്ഥ ഭക്തരാണോ? ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ആ പ്രാർത്ഥന കേൾക്കണമെന്നുണ്ടെങ്കിൽ നാം ദൈവത്തെ ശരിയായ വണ്ണം തിരിച്ചറിയണം എന്നുള്ളത് നാം ഇവിടെ ഓർക്കേണ്ടതുണ്ട്.
അഞ്ചാമത്തെ പോയിൻ്റാണ് അവൻ വെളിച്ചത്തിൻ്റെ ദൈവമാകുന്നു. പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചം ഉള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് ഇവിടെ എടുത്തു പറയുന്നു. ഇവിടെ നാം കാണുന്നത് എന്ന പശ്ചാത്തലം എന്നത് യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ലാസർ പാർത്ത് ബേഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് വന്നു. ഇവിടെ യേശുവിനായി ഒരു അത്താഴം അവർ ഒരുക്കി. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടാമാംസതൈലം ഒരു റാത്തിലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തുന്നതായി നാം ഈ വേദഭാഗം മുമ്പോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ആ അവസരത്തിലാണ് നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചമുള്ളിടത്തോളം വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് യേശു ഇവിടെ അവരോട് പറയുന്നത്. അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ് എന്നത് യെശയ്യാ പ്രവചനത്തിൽ 25-ാം ഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാകുന്നുണ്ട്. യഹോവ നമ്മുടെ ദൈവമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടോ എന്നാണ് ഈ ഭാഗത്ത് ചോദിക്കുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ദീർഘക്ഷമയുള്ളവനാണ് ദൈവം. അതായത് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിന് എഴുതിയില്ല 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ ദീർഘക്ഷമയുള്ളവനാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമ്മൾ പശ്ചാത്തപിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറുള്ളവനാണ് എങ്കിൽ ദൈവം ദീർഘക്ഷമ ഉള്ളവനായതുകൊണ്ട് നമ്മോട് പുറത്ത് നമ്മളെ അവനോടൊപ്പം ചേർത്തുകൊള്ളും. ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി: നമ്മൾ രണ്ടാമത് ആ പാപം ആവർത്തിക്കാതിരുന്നാൽ മതിയാകും എന്നാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറയുന്നത്. വിശ്വസിച്ചാൽ ദൈവ പ്രവൃത്തി കാണാം, ആശ്രയിച്ചാൽ ദൈവ കരുതൽ കാണാം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി കരുതുന്നവൻ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി കരുതുന്നവൻ. നാം ഇന്ന് കണ്ടതായ 7 പോയിന്റുകൾ എന്ന് പറയുന്നത്: അവൻ കരുണയുള്ള ദൈവമാണ്, അവൻ ആശ്വാസത്തിൻ്റെ ദൈവമാണ്, അവൻ സ്നേഹത്തിൻ്റെ ദൈവമാണ്, അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ്, അവൻ വെളിച്ചത്തിൻ്റെ ദൈവമാണ്, അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ്, അവൻ ദീർഘക്ഷമയുള്ള ദൈവമാണ് എന്നതാണ്. നാം അത് ശരിക്കും മനസ്സിലാകുന്നുവെങ്കിൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അവൻ നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും അവൻ സാധിച്ചു തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനായി നാം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിക്കുന്നുവെങ്കിൽ ഇതൊക്കെയും നമുക്ക് ലഭിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.